വരുവാനില്ലാരുമിന്നൊരു നാളും ഈ വഴിക്കറിയാം അതെന്നാലുമെന്നും പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ, എന്നും വെറുതെ മോഹിക്കുമല്ലോ. KS ചിത്രയുടെ പാട്ടുകളിലൂടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞ് വൃന്ദക്കുട്ടിയാണ് ഇപ്പോൾ റിപ്പോർട്ടറിന്റെ കൂടെ ചേരുന്നത്. വൃന്ദക്കുട്ടി, ഹായ്. എങ്ങനെയാണ് ഇത്തരത്തിൽ പാട്ടുകളോട്, അതും KS ചിത്രയുടെ പാട്ടുകളോട് ഇത്രയും ഒരു ഇഷ്ടം തോന്നാൻ എങ്ങനെയായിരുന്നു? അത് ചെറുപ്പത്തിൽ എനിക്ക് പാട്ട്, ചിത്രാമ്മേൻ്റെ പാട്ട് തന്നെയാണ് കൂടുതൽ കേൾക്കാനും പാടാനും ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് അത് ചിത്രമ്മേൻ്റെ പാട്ട് കേട്ട് കേട്ട് അങ്ങനെയാണ് ഞാൻ വളർന്നത്. അപ്പോൾ അതെൻ്റെ ജീവിതത്തിലൊരു ഭാഗം തന്നെയായി ആ ഒരു ശബ്ദം എന്ന് പറയുന്നത്. ഏതൊക്കെ പാട്ടുകൾ ചിത്രാമ്മ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? ചിത്രം അങ്ങനെ ഒരു പാട്ട് വെച്ച് എനിക്ക് പറയാൻ അങ്ങനെ കുറേ പാട്ടുകളുണ്ട്, ഇഷ്ടപ്പെട്ട പാട്ടുകൾ. വാർമുകിലെ വാനിൽ നീ, രാജഹംസമേ, അങ്ങനെ വരുവാനില്ലാരും ഇന്നൊരു നാളും, കാതിൽ തീന്മേ, അങ്ങനെ ഒത്തിരി പാട്ടുണ്ട്. ഏതൊക്കെ സ്റ്റേജുകളിൽ പങ്കെടുത്തിട്ടുണ്ടാവും? ഞാനിപ്പോൾ കലോത്സവങ്ങൾക്കും അല്ലാതെയും കുറേയധികം സ്റ്റേജുകളിൽ, പിന്നെ TV ഷോസിലും 2-3 വന്നിട്ടുണ്ട്. അമ്മേ, ഇപ്പൊ ചെറിയൊരു സോഷ്യൽ മീഡിയയിൽ ഒരു താരം തന്നെയാണ് മോളല്ലേ, എന്ത് തോന്നുന്നു? സന്തോഷം. എങ്ങനെയാണ് മോള് ചെറുപ്പം മുതലേ ഇത്തരത്തിൽ പാട്ടിലൂടെ ആണോ കമ്പം? ചെറുപ്പം മുതലേ പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ പാട്ട് പഠിക്കുന്നുണ്ട്? പാട്ട് പഠിക്കുന്നുണ്ട്. 1-ാം ക്ലാസ് മുതലേ പാട്ട് പഠിക്കുന്നുണ്ട്? അതെ, അത് ഞാൻ കാസർഗോഡ് സർക്കാർ അന്ധവിദ്യാലയത്തിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് മറ്റെല്ലാ അവറും പോലെ, അതായത് ഇംഗ്ലീഷ് മലയാളം ഒക്കെ പോലെ തന്നെ മ്യൂസിക്കിനും ഒരു സ്പെഷ്യലായിട്ട് ഒരു അവറുണ്ട്. മ്യൂസിക്കിനും വർക്ക് എക്സ്പീരിയൻസിനും അതുപോലെ ഇൻസ്ട്രുമെൻ്റ് മ്യൂസിക്കിനും ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഓരോ അവറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1-ാം ക്ലാസ് മുതൽ പാട്ട് പഠിക്കുന്നുണ്ട്. വർക്ക് എക്സ്പീരിയൻസും പഠിക്കുന്നുണ്ട്, ഇങ്ങനെ ഉണ്ടാക്കാൻ ബാസ്ക്കറ്റ്, കസേര പോലത്തെ സംഭവങ്ങളൊക്കെ. KS ചിത്രാമ്മേനെ ഇതുവരെ നേരിട്ട് കണ്ടോ? ഒരു പ്രാവശ്യം എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഭാഗ്യം കിട്ടി. അപ്പൊ എന്ത് പറഞ്ഞു? കണ്ടപ്പോൾ ഞാൻ എന്തെല്ലോ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ കാണുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് പോയി മൊത്തം കരഞ്ഞലമ്പാക്കിയെന്നാണോ? അതെ. എന്നാ പിന്നെ നമുക്ക് KS ചിത്രാമ്മേന്റെ ഒരു ഫേവറേറ്റ് സോങ് പാടിയാലോ? പാടാം. വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ, വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ, കളിയാടി നിൽക്കും കദനം നിറയും യമുനാ നദിയായി മിഴിനീർ വഴിയോ, വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ. അടിപൊളി. അല്ല അമ്മ, എത്രല്ല പഠിക്കുന്ന മോള്? ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു. അപ്പൊ ഈ ചെറുപ്പത്തിലേ ഈ ഒരു സർഗവാസന ഉണ്ട്? ചെറുപ്പത്തിലേ ഉണ്ട്. സാധാരണ നമ്മൾ ഈ കാഴ്ചയില്ലാത്ത കുട്ടികൾ അങ്ങനെ ആ ഒരു ഇതാണല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു പാട്ടിനോടുള്ള കമ്പം മനസ്സിലാക്കിയത്? ചെറുതിലെ ഇങ്ങനെ TV-യിലെല്ലാം പാട്ട് കേട്ടിട്ടാകുമ്പോൾ തന്നെയാറ് എല്ലാം ബൈഹാർട്ടാക്കിയിട്ട് പാടുന്നുണ്ടായി. പിന്നെ ഓരോരോ പ്രോഗ്രാം ആണെങ്കിൽ ഉണ്ടാകുമ്പോൾ മത്സരം ഉണ്ടാകുമ്പോൾ ഞാൻ എല്ലായിടത്തോളം കൊണ്ടുപോകും. കാഴ്ചയില്ലാന്ന് വിചാരിച്ചിട്ട് എന്നെ ഒരിക്കലും അങ്ങനെ വീട്ടിലിരുത്തിയിട്ടില്ല. വീട്ടിലിരുത്തിയില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ഈ ഒരു ന്യൂസ് ചാനലിൽ പോലും വരാൻ പറ്റൂലായിരുന്നു. പിന്നെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങാൻ വേണ്ടി തുടങ്ങിയത്? എപ്പോഴായിരുന്നു? കോവിഡ് കാലഘട്ടം വന്നപ്പോഴാണ് എല്ലാവരും ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും നിറഞ്ഞു നിൽക്കുന്നൊരു സമയം. അപ്പോൾ ഞാൻ ആദ്യം യൂട്യൂബ് ചാനലാണ് തുടങ്ങിയത്. ചിത്രശലഭം എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. ചിത്രാമ്മയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ചിത്രാമ്മയുടെ പേര് എവിടെയെങ്കിലും മെൻഷൻ ചെയ്യണം എൻ്റെ ചാനലിൽ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ചിത്രശലഭം എന്ന് പേരിട്ടത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, കാഴ്ചയില്ല എന്നുള്ള പേരിൽ ഒരിക്കലും ഒതുങ്ങിയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഒരു ചിത്രശലഭം പോലെ പറന്ന് നടക്കണം എന്നുള്ള അങ്ങനെ. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി അങ്ങനെ ഒരു പേരിൽ. യൂട്യൂബ് ചാനൽ പക്ഷേ അത്ര റീച്ചൊന്നും ആവുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. അങ്ങനെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങി. ചേച്ചിയാണ് തുടങ്ങിയത്. ചേച്ചി എൻ്റെ പാട്ടുകൾ
റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ ഞാൻ എടുത്തിട്ട് ഇടുന്ന അയച്ചു കൊടുക്കും. അപ്പോൾ ചേച്ചി അത് പോസ്റ്റ് ചെയ്യും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ. അങ്ങനെയാണ് ആദ്യം. അപ്പോൾ എനിക്കൊന്നും അറിയുന്നുണ്ടായിട്ടില്ല ഈ ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചിട്ടോ റീൽസിനെ കുറിച്ചിട്ടോ ഒന്നും എനിക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ആൾക്കാർ ചെയ്യുന്നു എന്ന് കേൾക്കുന്നു എന്നല്ലാണ്ട് എനിക്ക് അതിനെക്കുറിച്ചിട്ട് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോസ്റ്റ് ചെയ്ത് കുറച്ച് റീൽസ് പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ കുറച്ചധികം റീച്ച് ആവാൻ തുടങ്ങി. കുറേ പേര് മെസ്സേജൊക്കെ അയക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് പേരിങ്ങനെ പറയുമായിരുന്നു ചിത്രാമ്മയുടെ വോയിസുമായിട്ട് സിമിലാരിറ്റി ഉണ്ട് എന്ന് പറയുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശംസകൾ കിട്ടിയിട്ടുണ്ട് ചിത്രാമ്മയുടെ വോയിസ് ആയിട്ട് സാമ്യമുള്ളത് കൊണ്ട്. അതെ. പിന്നെ ചിത്രാമ്മ വേറൊരു വലിയൊരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് അതായത് 2023 ജൂലൈ 27 ചിത്രാമ്മയുടെ ബർത്ത് ഡേറ്റ്. അപ്പോൾ കഴിഞ്ഞ വർഷം ബർത്ത്ഡേക്ക് ചിത്രാമ്മയ്ക്ക് ഞാനൊരു വിഷ് അറിയിച്ചുകൊണ്ട് ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ അങ്ങനെ കിട്ടിയ ബർത്ത്ഡേ വിഷസിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയ 5 വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്തതിൽ എൻ്റെ വീഡിയോയും ഉണ്ടായിരുന്നു. അടിപൊളി. എന്താണ് ഇനിയിപ്പോൾ എന്താ ചിത്രാമ്മയോട് എന്താ പറയാനുള്ളത്? ചിത്രാമ്മയോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് എത്ര കണ്ടാലും എത്ര സംസാരിച്ചാലും എനിക്ക് മതിയാവാത്ത ഒരാളാണ് ചിത്രാമ്മ. എനിക്ക് എന്തു പറയില്ല, അടുത്ത ജന്മത്തിൽ എനിക്ക് ചിത്രാമ്മ അങ്ങനെ ഒരു ഇത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ചിത്രാമ്മയുടെ ആരെങ്കിലും ആവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് അവസാനം ഒരു പാട്ട് പാടിയാലോ? പാടാം. വരുവാനില്ലാരും ഇന്നൊരു നാളും ഈ വഴിക്കറിയാം അതെന്നാലുമെന്നും പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ, എന്നും വെറുതെ മോഹിക്കുമല്ലോ. പലവട്ടം പൂക്കാലം വഴി തെറ്റിപ്പോയിട്ടങ്ങൊരു നാളും പൂക്കാമാങ്കൊമ്പിൽ അതിനായി മാത്രമായൊരു നേരം ഋതുമാറി മധുമാസമണയാറുണ്ടല്ലോ. അത് തന്നെയാണ്. എന്നാലും ഇനിയും ചിത്രശലഭങ്ങളെ പോലെ ഒരുപാട് പാറി നടക്കാൻ കഴിയട്ടെ, ഒരുപാട് വേദികൾ കീഴടക്കട്ടെ. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്.